Hello everyone. നമ്മൾ Tradesman Electronics തസ്തികയെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് അതിന്റെ കാറ്റഗറി നമ്പർ നോക്കാം. കാറ്റഗറി നമ്പർ വരുന്നത് 427/2023 ആണ്. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. Name of post Tradesman Electronics. Scale of pay വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. Number of vacancies currently റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 20 ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വേക്കൻസീസ് കൂടാൻ സാധ്യതയുണ്ട്. 40 വരെയൊക്കെ ആകാം. ഗസറ്റ് ഡേറ്റ് വരുന്നത് 30/10/2023 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 29/11/2023 ആണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ കാത്തിരിക്കാതെ അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. വെബ്സൈറ്റ് കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് www.keralapsc.government.in ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ബാക്ക്വേർഡ് ക്ലാസ്സസിന് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് THSLC ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് അല്ലെങ്കിൽ എ പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ആൻഡ് NTC സർട്ടിഫിക്കറ്റ് ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് or pass in Kerala government certificate in engineering examination in the appropriate trade or pass in the vocational higher secondary certificate course in the appropriate trade. ഇത്രയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് ഉള്ള ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾ എന്തായാലും ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം ക്വാളിഫൈ ആയി സർവീസിൽ കയറാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ എക്സാംസും അവർക്ക് 50 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും ഈ ഒരു ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ ആൾക്കാരും ലാസ്റ്റ് നിമിഷം വരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. നമുക്ക് ഇനി ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകളെ പറ്റി നോക്കാം. ട്രേഡ്സ്മാന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. ട്രേഡ്സ്മാൻ പ്രൊമോട്ടഡ് ആയി 3 വർഷം മുതൽ 6 വർഷത്തിനുള്ളിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ വരെ ആകാം. സ്കെയിൽ ഓഫ് പേ വരുന്നത് 35,600 മുതൽ 75,400 വരെയാണ്. ട്രേഡ് ഇൻസ്ട്രക്ടർ പ്രൊമോട്ടഡ് ആയി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആവാം. ട്രേഡ് ഇൻസ്ട്രക്ടർ പ്രൊമോട്ടഡ് ആയി വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആകണമെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സർവീസിൽ കയറുന്ന സമയത്ത് ഡിപ്ലോമ ഇല്ലെങ്കിൽ അത് സർവീസിൽ ഇരിക്കെ തന്നെ അക്യൂർ ചെയ്യാൻ നോക്കണം. സ്കെയിൽ ഓഫ് പേ വരുന്നത് 41,300 മുതൽ 87,000 രൂപ വരെയാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പ്രൊമോട്ടഡ് ആയി ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ആകാം. അങ്ങനെ ആകണമെങ്കിൽ ബിടെക് ക്വാളിഫിക്കേഷൻ വേണം. സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 മുതൽ 1,15,300 രൂപയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇനി നമ്മൾ ഈ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പല രീതിയിലുള്ള ഡൗട്ട്സ് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളെ പറ്റിയും അങ്ങനെ പല രീതിയിലുള്ള ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ഫ്രീ വെബിനാർ സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഫ്രൈഡേ ആണ് at 7:30 PM ആണ്. ഡേറ്റ് വരുന്നത് 17/11/2023 ഫ്രൈഡേ ആണ്. 7:30 ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു വെബിനാറിൽ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു വെബിനാറിന്റെ ലിങ്കും ഫർദർ ഡീറ്റെയിൽസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഫ്രീ കണ്ടന്റ്സ് കൊടുക്കുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വെബിനാറിന്റെ ഡീറ്റെയിൽസ്, വെബിനാറിന്റെ ഗൂഗിൾ മീറ്റ് ലിങ്ക് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിന്റെ സിലബസ് 10 മൊഡ്യൂളാണ് വരുന്നത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് 20 മാർക്കാണുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് AC ആൻഡ് DC മെഷർമെന്റ്സ്, ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ്. അതിൽ ബേസിക് ടേംസ്, ഇലക്ട്രിക് ചാർജസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ബേസിക് ഓഫ് AC ആൻഡ് DC,
Various terms such as positive cycle, negative cycle, frequency, time period, RMS, peak, instantaneous value, single phase and three phase supply, terms like line and phase voltage or current. ഇനി അതിൽ തന്നെ രണ്ടാമത് വരുന്നത് എന്താണ്? ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. Then introduction to electrical measuring instruments, importance and classification of meters, MC and MI meters, range of extension, need of calibration, multimeter, use of meters in different circuits, use of CRO and LCR meter. Then active and passive components, Ohm's law varunundu, Kirchhoff's laws undu, resistors, types of resistors, color coding of resistors, power rating, then series and parallel circuits, distribution of voltage and current in series and parallel circuit, principles of induction, inductive reactance, types of inductors, application and energy storage concept, self and mutual induction, series and parallel combination, parallel connection of capacitors, behavior with AC and DC, concept of time constant, RC circuit, concept of resonance, RC, RL, RLC, series and parallel circuit. Then നമ്മൾ മൊഡ്യൂൾ 1ന്റെ സബ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ആണ്. ഇനി അടുത്തത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 22 മാർക്കാണ് മൊഡ്യൂൾ 2 എന്നുള്ളത്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആൻഡ് കമ്പണൻസ് ആണ്. ഇതിൽ വരുന്നത് ഡയോഡ്സ് വരുന്നുണ്ട്. ഡയോഡ്സിൽ PN ജംഗ്ഷൻ ഉണ്ട്, ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ് ഓഫ് ഡയോഡ്സ് ഉണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡയോഡ് സ്പെസിഫിക്കേഷൻ, ഫോർവേഡ് കറന്റ് ആൻഡ് റിവേഴ്സ് വോൾട്ടേജ്, പാക്കിംഗ് സ്റ്റൈൽസ് ഓഫ് ഡയോഡ്സ്, ഡിഫറെന്റ് ഡയോഡ്സ്, റെക്ടിഫയേഴ്സ്, ഫിൽറ്റേഴ്സ് ആൻഡ് their role in reducing ripples, working principle of Zener diode, varactor diode, their specification and application ആണ്. ട്രാൻസിസ്റ്ററിൽ വരുന്നത് കൺസ്ട്രക്ഷൻ, വർക്കിംഗ് ഓഫ് PNP NPN ട്രാൻസിസ്റ്റർ, purpose of emitter, base and collector terminal, significance of alpha, beta and the relationship of transistor, need of biasing, VBE, VCB, VCE, IC, IB junction, temperature, junction capacitance, frequency of operation, transistor application as switch and amplifier, transistor input and output carrier, transistor power rating, packaging styles and uses of different heat sinks. In power electronic components, construction of FET, JFET, difference with BJT, purpose of gate, drain, source terminal and voltage or current relation between them and impedance between various terminals, working of different power electronic components such as SCR, triac, diac, UJT, MOSFET, power MOSFET, IGBT, their types, characteristics, switching speed, power rating and protection, differentiate FET with the MOSFET. ഇത്രയാണ് മൊഡ്യൂൾ 2 വരുന്നത്. മൊഡ്യൂൾ 2 22 മാർക്കാണ്. ഇനി മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് ആണ്. അത് 8 മാർക്കാണ്. അതിൽ ആംപ്ലിഫയർ വരുന്നുണ്ട്, ഓസിലേറ്റേഴ്സ് വരുന്നുണ്ട്, ഓപ്പാം ആൻഡ് 555 ടൈമർ വരുന്നുണ്ട്, വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്, അതിൽ ക്ലിപ്പർ ആൻഡ് ക്ലാമ്പേഴ്സ് ആണുള്ളത്. ഇനി അടുത്തത് മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പാർട്ടിൽ നിന്ന് 15 മാർക്കാണ്. അതിൽ ലോജിക് ഗേറ്റ്സ് ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്, ലോജിക് ഫാമിലീസ് ആൻഡ് ദെയർ കമ്പാരിസൺ, ലോജിക് ലെവൽസ് ഓഫ് TTL ആൻഡ് CMOS, നമ്പർ സിസ്റ്റം, നമ്പർ സിസ്റ്റത്തിൽ ഡെസിമൽ ഉണ്ട്, ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്, ദെൻ BCD കോഡ്, ASCII കോഡ് ആൻഡ് കോഡ് കൺവേർഷൻ, വേരിയസ് ലോജിക് ഗേറ്റ്സ് ആൻഡ് ദെയർ ട്രൂത്ത് ടേബിൾ, ദെൻ കോമ്പിനേഷൻ ഓഫ് ലോജിക് സർക്യൂട്ട്സ്, അതിൽ ഹാഫ് ആഡർ ഉണ്ട്, ഫുൾ ആഡർ ഉണ്ട്, പാരലൽ ബൈനറി ആഡർ ഉണ്ട്, 2-bit 4-bit adders ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് കമ്പറേറ്റേഴ്സ് ഉണ്ട്, ഹാഫ് ആഡർ, ഫുൾ ആഡർ, their application, then concept of encoder, decoder വരുന്നുണ്ട്, then മക്സും ഡിമക്സും വരുന്നുണ്ട്, 1:4 മക്സും ഡിമക്സ്. ഇനി ഫ്ലിപ്പ് ഫ്ലോപ്സ്, SR ലാച്ച് ഉണ്ട്, D ലാച്ച് ഉണ്ട്. ഫ്ലിപ്പ് ഫ്ലോപ്സ് വരുമ്പം SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, എഡ്ജ് ട്രിഗർ, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ കൗണ്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ ബേസിക്സ് ഓഫ് കൗണ്ടേഴ്സ്, ബേസിക്സ് ഓഫ് രജിസ്റ്റേഴ്സ്, ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് രജിസ്റ്റേഴ്സ്. ഇനി മൊഡ്യൂൾ 5 5 മാർക്കിന്റെ മൊഡ്യൂളാണ്. അതിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ് വരുന്നത്. ബേസിക് ബ്ലോക്സ് ഓഫ് കമ്പ്യൂട്ടർ, കമ്പോണൻസ് ഓഫ് ഡെസ്ക്ടോപ്പ് ആൻഡ് മദർ ബോർഡ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് ദെയർ വർക്കിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിന്റർ, HDD, DVD, വേരിയസ് പോർട്സ് ഇൻ ദ കമ്പ്യൂട്ടർ, ദെൻ കൺസെപ്റ്റ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്, MS വേർഡ്, മെനു ബാർ, സ്റ്റാൻഡേർഡ് ടൂൾ ബാർ, എഡിറ്റിംഗ്, ഫോർമാറ്റിംഗ്, പ്രിന്റിംഗ് ഓഫ് ഡോക്യുമെന്റ്സ്, ദെൻ എക്സൽ വരുന്നുണ്ട്, ഫോർമാറ്റിംഗ് ആൻഡ് കാൽക്കുലേഷൻ, പ്രിന്റിംഗ് വർക്ക്ഷീറ്റ്സ്,
creating multiple worksheets, creating charts, computer network in the network features, network media, network topologies, protocols. Then module 6 എന്ന് പറയുന്നത് electrical protective devices and the control circuit ആണ്. module 6 ൽ നിന്ന് 5 മാർക്കാണ്. അതിൽ fuse, necessity of fuse rating, types of fuses, fuse bases. Then fundamental of single phase induction motors, synchronous speed, slip, rotor frequencies. Then module 7 communication electronics ആണ്. communication electronics ൽ നിന്ന് 10 മാർക്കാണ്. അതിൽ radio wave propagation, principles, then fading, need for modulation, types of modulation and demodulation, fundamentals of antenna, various parameters, types of antenna and its application, then introduction to amplitude modulation, frequency modulation and phase modulation. Then single sideband suppressed carrier, double sideband suppressed carrier, FM generation, detection, digital modulation, demodulation technique, sampling, condensation, then fiber optic communication ആണ്. module 8 എന്ന് പറയുന്നത് മൈക്രോ കൺട്രോളർ ആണ്. അതിൽ നമുക്കുള്ളത് 8051 മൈക്രോ കൺട്രോളർ ആണ്. അത് 5 മാർക്കാണ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ പ്രോസസർ ആൻഡ് 8051 മൈക്രോ കൺട്രോളർ ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, പിൻ ഡീറ്റെയിൽസ് ഉണ്ട്, ബസ് സിസ്റ്റം ഉണ്ട്, ഫങ്ഷൻസ് ഓഫ് ഡിഫറെന്റ് ഐസീസ് ഇൻ ദ മൈക്രോ കൺട്രോളർ കിറ്റ് ഉണ്ട്, ഡിഫറൻഷിയേറ്റ് മൈക്രോ കൺട്രോളർ വിത്ത് ദ മൈക്രോ പ്രോസസർ, ദെൻ ഇന്റർഫേസിംഗ് ഓഫ് മെമ്മറി ടു ദ മൈക്രോ കൺട്രോളർ, ഇന്റേണൽ ഹാർഡ്വെയർ റിസോഴ്സസ് ഓഫ് മൈക്രോ കൺട്രോളർ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് പിൻ configuration, then different variants of 8051 and their resources. ഇനി module 9 വരുന്നത് സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. module 9 ഇന്ന് 5 മാർക്കാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ബേസിക്സ് ഓഫ് പാസീവ് ആൻഡ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ട്, തെർമിസ്റ്റേഴ്സ് ഓർ തെർമോകപ്പിൾസ് ഉണ്ട്, സ്ട്രെയിൻ ഗേജ്, ലോഡ് സെൽസ് ഉണ്ട്. ദെൻ module 10 എന്ന് പറയുന്നത് SMPS, ഇൻവെർട്ടർ, UPS ആൻഡ് സോളാർ പവർ ആണ്. module 10 ഇന്ന് 5 മാർക്കിനാണുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് റെഫർ ചെയ്യാമെന്നാണ് അടുത്ത ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റെഫറൻസ് എന്ന് പറയുന്നത് നിമി ബേസ്ഡ് ITയുടെ ഇലക്ട്രോണിക് മെക്കാനിക് ടെക്സ്റ്റ് ബുക്കാണ് ഇതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത്. എല്ലാം അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിമി ബേസ്ഡ് ITയുടെ ഇലക്ട്രോണിക് മെക്കാനിക് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാം. പിന്നെ ഫർദർ ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ ഡിസ്ട്രിക്ട് വൈഡ് എക്സാം ഉണ്ടല്ലോ, കേരള PSC കണ്ടക്ട് ചെയ്ത ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഡിസ്ട്രിക്ട് വൈഡ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് കേരള PSC എന്ന് കണ്ടക്ട് ചെയ്ത ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. ദെൻ കേരള PSC കണ്ടക്ട് ചെയ്ത ജൂനിയർ ഇൻസ്ട്രക്ടർ പവർ ഇലക്ട്രോണിക്സ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതുകൂടാതെ ITയുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതെല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ISR അല്ലെങ്കിൽ VSSCയുടെ ടെക്നീഷ്യൻ എക്സാംസ് ഉണ്ടല്ലോ, അത് ഇലക്ട്രോണിക് മെക്കാനിക്കിൻ്റെയും പവർ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് സോൾവ് ചെയ്യാം. ഇത്രയും ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം താങ്ക് യു.